അച്ഛനെ സഹായിച്ചാൽ കൊള്ളാം, നന്നായി പഠിക്കണം കേട്ടോ. ആ മക്കളങ്ങനെ കുഞ്ഞുങ്ങളങ്ങനെ വേണം. അച്ഛനമ്മമാരെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കണം. വീട്ടിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം സഹായിക്കണം. അമ്മയൊക്കെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ സഹായിക്കണം കേട്ടോ. വണ്ടി കഴുകാനുള്ള നിങ്ങളുടെ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നത്. നിങ്ങളെ പോലുള്ളവരാണ് വേണ്ടത് KSRTC. മഹേഷ് നന്നായി കേട്ടോ. മഹേഷ് അത് കഴുകുന്ന ഒരു മനസ്സുണ്ടല്ലോ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു നല്ല കാര്യമാണ്. അങ്കിളിന്റെ അടുത്ത് കുറെ കാറുകളെ കാണിച്ചു തരാം. വാ, ഇങ്ങനെ ഒരു കൊണ്ടുവരണം കേട്ടോ. ശരി ശരി മോനെ. ഓക്കെ സാറേ. നമസ്കാരം. KSRTC ഡ്രൈവറായ അച്ഛനെ സഹായിക്കുന്ന 1-ാം ക്ലാസ്സുകാരൻ. സംഭവം പിറവത്താണ് കേട്ടോ. അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട KSRTC ബസ് കഴുകാൻ 1-ാം ക്ലാസ്സുകാരനായ അതുൽ കൃഷ്ണയും കൂടെ കൂടി. സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൻ വൈറലായിരുന്നു. ജ്യോതിഷ ഗവേഷകനായ ഹരി പത്തനാപുരം തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് വൻ വൈറലായി മാറുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ ഈ അച്ഛനെ നേരിട്ട് വിളിച്ച് ആ കഴുകിയ മകനെ 1-ാം ക്ലാസ്സുകാരനായ അതുൽ കൃഷ്ണയെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. ഒപ്പം നല്ല ഉപദേശവും നൽകി. നമുക്കത് എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കാം. മോനെ, ആ എന്താ പേര്? ആദിത്യ. ആദവ് കൃഷ്ണ. അതുൽ കൃഷ്ണ. മോനെ ക്ലാസ്സിൽ പഠിക്കുന്നു? 1-ാം സ്റ്റാൻഡേർഡില്. അച്ഛനെ സഹായിച്ചാൽ കൊള്ളാം, നന്നായി പഠിക്കണം കേട്ടോ. മക്കളങ്ങനെ കുഞ്ഞുങ്ങളങ്ങനെ വേണം. അച്ഛനമ്മമാരെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കണം. വീട്ടിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം സഹായിക്കണം. അമ്മയൊക്കെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ സഹായിക്കണം കേട്ടോ. മിടുക്കൻ. അത് മക്കളെ അങ്ങനെ വളർത്തണം കേട്ടോ. കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. കുഞ്ഞുങ്ങൾ ഇതൊക്കെ കുഞ്ഞിലെ തന്നെ എല്ലാം ചെയ്ത് പഠിക്കണം. ചെറിയ വണ്ടി ഭ്രാന്തൻ, അതിന്റെ ഒരു ഇതോടെ ഭയങ്കര വണ്ടിയുടെ വലിയ ഇഷ്ടമുള്ള ആളാ ഇല്ലേ? വണ്ടിയോട് ഭയങ്കര. നമുക്ക് ലോറിയൊക്കെ ഉണ്ടായിരുന്നോണ്ട് ആ കാലം മുതലേ പുള്ളി അതിനകത്ത് ഇങ്ങനെ വന്ന് ഒരു ഇതുണ്ട്, വണ്ടിയോട് ഇഷ്ടമുണ്ട്. അങ്ങനെ പുള്ളി എപ്പോഴും ഞാൻ ഉച്ചക്കൊക്കെ പോകുമ്പോ പഠിത്തമില്ലാത്ത ദിവസം എന്റെ കൂടെ വരും. അന്നങ്ങനെ ആരും പറഞ്ഞിട്ട് ചെയ്തതല്ല. ഒരു പയ്യൻ ഇപ്പം കയ്യണ കണ്ടുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ്, നമ്മുടെ ഒരു സ്റ്റാഫ് അത് വീഡിയോ എടുത്തതാണ്. ഞാനും കണ്ടില്ലായിരുന്നു. ഞാൻ വണ്ടിക്കകത്തായിരുന്നു. ഞാൻ വണ്ടിക്കകത്ത് കഴിക്കൊണ്ടിരിക്കുമ്പോ പുറത്ത് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചിന്തിക്കുമ്പോഴാണ് അവൻ വന്ന് വീഡിയോ എടുക്കണം. വണ്ടി കഴുകാനുള്ള നിങ്ങളുടെ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നത് കേട്ടോ. അല്ല, നമ്മളങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുവരണം. പേരെന്താ? സ്വന്തമായിട്ട് കൊണ്ടുവരുന്നോണ്ട് നമ്മൾ അങ്ങനെ തുടങ്ങുള്ളൂ. പേരെന്താ? എന്റെ പേര് മഹേഷ് K. കണ്ണപ്പൻ. എന്റെ പേര് മഹേഷ് K. കണ്ണപ്പൻ. മഹേഷ് നന്നായി കേട്ടോ. മഹേഷ് അത് കഴുകുന്ന ഒരു മനസ്സുണ്ടല്ലോ. നമ്മള് ജോലി ചെയ്യുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു നല്ല കാര്യമാണ് കേട്ടോ. നമ്മള് 5:30 പോണെങ്കിൽ 5 മണിക്ക് എന്നത് തുടങ്ങിയിട്ട് നമ്മള് വണ്ടി എടുക്കുള്ളൂ. വളരെ നല്ല കാര്യം. നിങ്ങളെ പോലുള്ളവരാണ് വേണ്ടത് KSRTCക്ക്. അല്ല, നമ്മുടെ ഡിപ്പോയില് ഒരു 50% ആൾക്കാരും അങ്ങനെയാണ്. വൃത്തിയായിട്ട് കൊണ്ടുപോകും അല്ലേ? അതിന് കഴിഞ്ഞാൽ അവര് നമ്മൾ ഇത് ശീലിച്ചത് അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും വണ്ടി സ്വന്തമായിട്ട് ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ വണ്ടിയും കംപ്രസറൊക്കെ വരുന്നുണ്ട് വെള്ളം കഴുകാൻ, വണ്ടി കഴുകാൻ വേണ്ടി എല്ലായിടത്തും. നമുക്ക് അതിനുള്ള ഒരു ഇതില്ല സാറേ, കംപ്രസറിന്റെ ഒരു ഇതില്ല. അതുകൊണ്ട് നമുക്ക് വെള്ളവും നഷ്ടം കൂടുതലാണ്. കംപ്രസർ വരുന്നുണ്ട്. നമ്മൾ കംപ്രസർ വാങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാ ഡിപ്പോയിലേക്കും വരും കംപ്രസർ, വണ്ടി കഴുകാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് വൃത്തിയായിട്ട് അടിച്ച് കഴുകാനേ കംപ്രസർ വാങ്ങിയിട്ടുണ്ട്. വന്നു തുടങ്ങി സാധനം. അവിടെ വരും കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. മോനെ ഇവിടെ വരാമെങ്കിൽ അങ്കിളിന്റെ അടുത്ത് കുറെ കാറുകളെ കാണിച്ചു തരാം. സാറ് പറഞ്ഞാൽ മതി, അന്ന് എത്തിക്കോളാം. ഒരു ദിവസം വന്നാൽ മതി കേട്ടോ. കുഞ്ഞിനെ ഒരു ദിവസം കൊണ്ടുവരണം കേട്ടോ. ശരി. കൊണ്ടുവരാം. ഓക്കെ മഹേഷ്. ശരി മോനെ. ഓക്കെ സാറേ. ശരി മക്കളെ.